മുനയംകുന്ന് രക്തസാക്ഷി ദിനാചരണം നടന്നു. വയക്കര കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനം, ചുവപ്പ് വളണ്ടിയർ മാർച്ച് എന്നിവയും പൊതുസമ്മേളനവും നടന്നു. അട്ടിമറിപ്പണി ആരംഭിച്ചു. ജീവൻ നൽകിയ വീരന്മാർ പട്ടിണി കൊണ്ട് പുളഞ്ഞൊരു കാലം ചെന്നിമാരും ആരംഭികളും പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, TI മധുസൂദനൻ MLA, C കൃഷ്ണൻ, PV വത്സല തുടങ്ങിയവർ പ്രസംഗിച്ചു. PV തമ്പാൻ അധ്യക്ഷനായി. കേരളം എവിടെ നിന്നാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതെന്ന് ഇന്നത്തെ തലമുറ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചരിത്രത്തെ കുറിച്ച് നല്ല അവബോധവും പൊതുജനങ്ങളിലും മാത്രമേ വർത്തമാനകാലത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് പോകാനും മനുഷ്യ സമൂഹത്തിന് കഴിയുകയുള്ളൂ. കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം ഒരു ദിവസം പ്രത്യക്ഷത്തിലുണ്ടായതല്ല. ഇത് കേരളത്തിൽ ഇതുപണിക്ക് മറുപടിയില്ലാത്ത മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാൻ ആരുമില്ല എന്ന് പറയുന്നതാണ് ശരി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൂടെ നല്ല സോഷ്യലിസം നിലനിൽക്കുന്നു എന്നൊന്നും അല്ല പറയുന്നത്. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭരണ നയത്തെ കൂടി ബന്ധപ്പെടുത്തി മാത്രമേ അത്തരം കാര്യങ്ങൾ പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ ഭാഗ്യദോഷത്തിന് കോൺഗ്രസും BJPയുമാണ് കേന്ദ്രത്തിൽ അധിക സമയത്തും അധികാരത്തിൽ ഇരുന്നത്. എന്നാൽ ഇടയ്ക്ക് ഇടതുപക്ഷം കേരളത്തിൽ വന്നതിന്റെ ഫലമായി കേരളത്തിനുണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായി നമുക്ക് വസ്ത്രം ധരിക്കാനുണ്ട്, ഭക്ഷണം കഴിക്കാനുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ സ്കൂളുകളുണ്ട്, ചികിത്സിക്കാൻ ആശുപത്രികളുണ്ട്. പൊതുവഴിയിലൂടെ എല്ലാവർക്കും നടക്കാം, ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. എന്തോ ഒരു മാറ്റമാണ് മനുഷ്യത്തിണ്ടായിരിക്കുന്നത്. ഒരു 10, 30, 40 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വരുന്ന ഒരാൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ കേരളം മുന്നോട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? എവിടെ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത്? ഇതാണ് കുഞ്ഞാപ്പുമാഷിനെ കുറിച്ചും ധീരരായിട്ടുള്ള മുനയംകുന്ന് രക്തസാക്ഷികളെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്ക് കൂട്ടി വായിക്കാനുള്ള കാര്യം. ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അഭ്യുദയത്തിനെതിരായി വലിയ സമരം നടത്തുകയായിരുന്നു. അതേ സമയത്ത് ഇടതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വലിയ തോതിലുള്ള ജന്യവിരുദ്ധ സമരങ്ങളും നടന്നു എന്നുള്ളതാണ് വസ്തുത. 1930കളിലാണ് കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ കൂടുതലായി കേരളത്തിലേക്ക് എത്തിച്ചത്. 19ാം നൂറ്റാണ്ടിന്റെ
മധ്യകാലത്ത് 1848 കാൾ മാർക്സും എംഗൽസും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത്. പിന്നീട് മൂലഗുണവും ഒക്കെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി. അത് കേവലമായി എഴുതാൻ വേണ്ടി എഴുതി തയ്യാറാക്കിയ പുസ്തകങ്ങളായിരുന്നില്ല. തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്തെ മനുഷ്യരുടെ ജീവിതത്തിലെ ദയനീയ അവസരങ്ങൾ, പടഞ്ഞു മരിക്കുന്ന ആഹാരമില്ലാത്ത എല്ലും തുല്യമായ തൊഴിലാളികളുടെ ദൈന്യത കണ്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുകയാണ് മാർക്സ് എല്ലാം ചെയ്തത്. നമ്മുടെ രാജ്യത്ത് തന്നെ തിരിച്ചു നീങ്ങി ജർമ്മനിയിലുള്ള മാർക്സിന്റെയും എംഗൽസിന്റെയും ഒക്കെ ചിന്ത ജർമ്മനിയിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. ഈ ഭൂഗോളത്തിലാകെ മനുഷ്യരാശി എന്തുകൊണ്ടാണ് കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്നത്, അതേക്കുറിച്ച് പലരും ചിന്തിക്കുന്നു. ഒരുപാട് ആത്മീയാചാര്യന്മാർ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബി ഈ ദാരിദ്ര്യത്തെ കുറിച്ച് ബേജാറായിട്ടുണ്ട്. എന്ന് അദ്ദേഹം പറഞ്ഞത് ധനികന്റെ സ്വത്തിൽ ദരിദ്രന് അവകാശമുണ്ട്, എല്ലാവരും പാവപ്പെട്ടവരെ സഹായിക്കാൻ തയ്യാറാവണം എന്നൊക്കെയാണ്. യേശു ക്രിസ്തുവും അത് തന്നെയാണ്. ജനിച്ച കാലഘട്ടത്തിൽ മനുഷ്യരുടെ പട്ടിണിയും കഷ്ടപ്പാടും കണ്ടിട്ട് യേശു ക്രിസ്തു പറഞ്ഞത് വിശക്കുന്നതിന് വേണ്ടി ആഹാരം ശേഖരിക്കണം, അത് അവർക്ക് വീതിച്ചു കൊടുക്കണം എന്നാണ്. 5 അപ്പം കൊണ്ട് 5000 ഊട്ടിയ ദേവനെന്നൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്നത് അതിശയോക്തികരമായിട്ട് തോന്നാമെങ്കിലും അതിനകത്ത് സാരാംശം മറ്റൊന്നുമല്ല, ആഹാരം ശേഖരിച്ച് വിശക്കുന്നവന് കൊടുക്കുക എന്നത്. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.